നിങ്ങൾക്ക് ഒരു പ്രത്യേകതരമായ കോളുണ്ട്, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വരണം നിങ്ങൾ എന്ന ദൈവത്തിനൊരു ഉറച്ച തീരുമാനമുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയണം. എങ്കിൽ തന്നെയും നിങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് എങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം കാണുന്നത് നിങ്ങളുടെ നിത്യരക്ഷയാണ്. അപ്പൊ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു വിജയം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ വലിയ ഒത്തിരി പേരെ അറിയുന്ന ആളാകുന്നില്ല? ചിലപ്പോൾ നിങ്ങളാകാം, ചിലപ്പോൾ നിങ്ങൾ ആകാതിരിക്കാം. അതൊക്കെ ദൈവത്തിന്റെ തീരുമാനമാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയെ പോലെ, അൽഫോൻസമ്മയെ പോലെ, എബ്രാസമ്മയെ പോലെയൊക്കെയുള്ള മനുഷ്യര് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിച്ചു മരിച്ചവരാണ്. പക്ഷെ മരണശേഷമാണെങ്കിൽ പോലും അവരുടെ മഹത്വം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സോ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല. ദൈവം നിങ്ങളെ എന്തായാലും ഒരു പ്രതിഫലത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. ആ പ്രതിഫലം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നിത്യരക്ഷ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. നിത്യരക്ഷയാണ് ദൈവത്തിന്റെ പദ്ധതികളുടെ എല്ലാം ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നിൽക്കുക. സോ നിങ്ങളുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവം നിത്യരക്ഷയെ കണ്ടുകൊണ്ടാണ് ക്രമപ്പെടുത്തുക. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഓൾറെഡി നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയധികം ഭൂമിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും മരണശേഷം നിങ്ങൾക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്, പിന്നെയും നിങ്ങളുടെ ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരണാത്മാവായി സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് എത്രയോ വേദനാജനകമായ കാര്യമാണ്. അതുകൊണ്ട് ജീവിതം എന്താണോ തരുന്നത് അതിനങ്ങ് സ്വീകരിച്ചോ. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല ജീവിതം ഉണ്ടാവുക. ലോകം പറയും ഇതങ്ങനെയല്ല ഇതങ്ങനെയല്ല എന്നൊക്കെ പറയും. നമുക്കാണെങ്കിലും കുറച്ചൊരു സമാധാനമുള്ള ജീവിതം വേണം, കുറച്ചൊരു സ്വസ്ഥതയുള്ള ജീവിതം വേണം. ഇത്രയും ഇങ്ങനത്തെ ഒരു ജീവിത പങ്കാളിയെ വേണ്ട, ഇങ്ങനത്തെ ബാധ്യതകൾ വേണ്ട, ഇത്രയധികം കുരിശ് ഞാൻ എന്തിനാ ചുമക്കണം എന്ന് തോന്നും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുരിശുകളുടെ ഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാം, നന്മകൾ ചെയ്യാം, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാം. അങ്ങനെ നിങ്ങളുടെ കുരിശിന്റെ ഭാരം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലോകമുണ്ട്, ഒരു ആത്മീയ ലോകം. അവിടെ നമ്മുടെ തലവരകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. സോ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമായിരിക്കാം. ഇപ്പൊ ഞാനൊരു സ്ട്രഗിൾ ഭൂമിയിൽ ഏറ്റെടുക്കുന്ന സമയത്ത് എന്റെ ചില കടങ്ങൾ വീടുന്നുണ്ടായിരിക്കും സ്വർഗത്തിൽ. സോ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അതിനൊരു സ്പിരിച്വൽ തലമുണ്ട്. അത് മനസ്സിലാക്കാൻ എല്ലാ മനുഷ്യനും പറ്റണമെന്നില്ല. സോ നമുക്ക് ചിലപ്പോൾ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവില്ല. വൈ ഐ ആം സഫറിങ്, വൈ ഐ ആം സ്ട്രഗിളിങ് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു എന്ന ആ ദൈവം മനുഷ്യനും ചേർന്ന് ആ സ്നേഹനിധിയായ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ദൈവം എല്ലാം പരിണമിപ്പിക്കും. സോ നിങ്ങളുടെ തോളിൽ ദൈവം കുരിശ് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ബൈബിളിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ, വിളമ്പിയത് ഭക്ഷിക്കുക, അത് ഏറ്റെടുക്കുക. അത് നിങ്ങളെ നിത്യരക്ഷയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്കത് തരുന്നത്. സോ ഭൂമിയിലെ സങ്കടങ്ങളും സംഘർഷങ്ങളും നിത്യരക്ഷയിലേക്കുള്ള ഒരു മാർഗമാണെന്ന് കരുതുക. അത് ദൈവം നിങ്ങളെ പ്രത്യേകമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. ലോകം എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്ലേസ് ആണ്. നിത്യരക്ഷ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു നിത്യ സന്തോഷമാണ്. സോ അതിലേക്ക് ലക്ഷ്യം വയ്ക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. പക്ഷെ ഇതൊന്നും മനുഷ്യ സഹജമായി നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തി സ്വീകരിക്കുക. കൃപയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സാധിക്കത്തുള്ളൂ.